അല്ലാതെ ഒരു സിനിമ ഇറങ്ങി പിന്നെ 2 ബോംബിട്ടു, വീണ്ടും നല്ലൊരു സിനിമ ഇറങ്ങി വീണ്ടും 2 ബോംബിട്ടു പോയി കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു കമ്പാക്കായിട്ട് കണക്കാക്കൂല. അതൊരു വലിയൊരു കമ്പാക്ക് നടത്തി എന്നിട്ട് വന്നതുപോലെ തന്നെ തിരിച്ചുപോയി. പറഞ്ഞു വരുന്നത് നിവിൻ പോളിയുടെ കാര്യമാണ്. വർഷങ്ങളായിട്ട് നിവിൻ പോളി ഫാൻസിന് ആശ്വസിക്കാൻ പറ്റുന്ന ഒന്നും തന്നെ ഇല്ല. നല്ലൊരു സിനിമയില്ല, നല്ലൊരു ഹിറ്റില്ല. ഇറങ്ങുന്ന സിനിമകളൊക്കെ പൊട്ടിപ്പോകുന്നു, എടുക്കുന്ന സ്ക്രിപ്റ്റുകളൊക്കെ മലങ്കൾട്ടാവുന്നു. അങ്ങനെ ആരാധകർ വിഷമിച്ച് പണ്ടാരടങ്ങി ഫാൻസൊക്കെ മാറ്റിവെച്ച് നിവിൻ പോളിക്ക് ഇനി ഒരു തിരിച്ചു വരവില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു സിനിമ വന്നു, സർവമായ. ആൻഡ് അത് ഇതുവരെയുള്ള നിവിൻ പോളി സിനിമകളിൽ ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറി. കാരണം ആൾക്കാരെ കാണാൻ കൊതിച്ച ആ ഒരു എൻ്റർടൈനർ, ആ ഒരു ചാമിങ് ഉള്ള നിവിനെ തിരിച്ചു കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെ ആ സിനിമ ഫാമിലി പ്രേക്ഷകരും ഫാൻസും ഒരുപോലെ ഏറ്റെടുത്തു. വൻ വിജയമായിട്ട് മാറി. 150 കോടിയോളം കളക്ഷൻ കിട്ടി. മൂത്തോൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം നിവിൻ പോളിക്ക് കണ്ടകശനിയാണ്. അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ സിനിമ രക്ഷപ്പെട്ടില്ല. നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയില്ല. നല്ല സ്ക്രിപ്റ്റ് കിട്ടിയാൽ തന്നെ നല്ലൊരു ഡയറക്ടറിനെ കിട്ടിയില്ല. അങ്ങനെ വർഷങ്ങളോളം പരാജയം. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു സിനിമ വന്നു, രക്ഷപ്പെട്ടു. അതിനുശേഷം ആൾക്കാർക്ക് ഹൈ ഹോപ്സ് ആണ് ഉണ്ടായിരുന്നത്. നിവിൻ ഈസ് ബാക്ക്, നിവിൻ്റെ പ്രൈമാണിത്, നിവിൻ്റെ ആ ഒരു എൻ്റർടൈനർ പുറത്തു വന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബിൽഡപ്പായിരുന്നു. അത് കഴിഞ്ഞ് വന്ന 2 സിനിമകൾ, ഒന്ന് ബേബി ഗേൾ, പിന്നൊന്ന് പ്രതിച്ഛായ. രണ്ടും തിയേറ്ററിൽ 10 ദിവസം തികച്ച് ഓടിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, നിവിന് വ്യക്തമായിട്ടുള്ളൊരു കരിയർ പ്ലാൻ ഇല്ല, വ്യക്തമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് സെലക്ഷൻ ഇല്ല. ചില സ്ഥലത്ത് അയാൾക്ക് നോ പറയാൻ അറിയത്തില്ല. കിട്ടുന്ന സ്ക്രിപ്റ്റുകളൊക്കെ എടുക്കുന്നുണ്ട്, കിട്ടുന്ന സ്ക്രിപ്റ്റുകളൊക്കെ കേൾക്കുന്നുണ്ട്, എല്ലാവരോടും യെസ് പറയുന്നുണ്ട്, എല്ലാ ഊളപ്പടങ്ങളിലും പോയി തലയിടുന്നുണ്ട്. സർവമായ പോലൊരു ഹിറ്റ് അടിച്ചിട്ട് ഒരു കംബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു നടനും അടുത്ത് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു സ്ട്രീക്ക്, ഈ ഒരു വിന്നിങ് സ്ട്രീക്ക് എങ്ങനെ കണ്ടിന്യൂ ചെയ്യാം, എങ്ങനെ നല്ല സിനിമകൾ എടുക്കാം, എങ്ങനെ കൂടുതൽ ആൾക്കാരെ എൻഗേജ് ചെയ്യിക്കാം, എങ്ങനെ കൂടുതൽ ഫാൻസിന് ഉണ്ടാക്കാം എന്നാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിവിൻ പോളി പോയി ചെയ്തത് ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ. ഈ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമയിൽ നിവിനല്ല വേറെ ഏത് നടനായാലും ആ സിനിമയ്ക്ക് ഇതേ പറ്റുള്ളൂ. അതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അതിൽ നിവിൻ പോളിക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ആൻഡ് ആ ഒരു ക്യാരക്ടർ നിവിന് ഒരു തരത്തിലും സ്യൂട്ടുമല്ല. അതുകൊണ്ട് തന്നെ ആ സിനിമ ഒരൊറ്റ മനുഷ്യൻ ഫാൻസ് പോലും കണ്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ സിനിമ പ്രതിച്ഛായ. എന്താ പറയണ്ടേ, അതിൻ്റെ ഡയറക്ടർ തന്നെ ആ സിനിമയുടെ റിവ്യൂവിന് എനഫാണ്. ആ സിനിമയുടെ റിവ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ടറുടെ പേരെങ്കിൽ പറഞ്ഞാൽ മതി, ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. ഈ ഒരു സർവമായ ഹിറ്റായ സമയത്ത് ഒരുപാട് നിവിൻ പോളി സിനിമകൾ അനൗൺസ് ചെയ്തായിരുന്നു. ഒരുപാട് ഡയറക്ടേഴ്സുമായിട്ട് ഒരുപാട് സിനിമകൾ അനൗൺസ് ചെയ്തായിരുന്നു. ആൻഡ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇതിൽ പകുതി സിനിമകൾ ക്യാൻസലായി. പകുതി സിനിമകളെക്കുറിച്ച് ഒരറിവുമില്ല. ഇതൊക്കെ ഇനി വരുമോ എന്നും അറിയത്തില്ല, ഇതൊക്കെ ഇനി ഉണ്ടാവുമോ എന്നും അറിയത്തില്ല. അങ്ങനെ വീണ്ടും വന്നതിനേക്കാൾ താഴോട്ടാണ് നിവിൻ പോളി പോയത്. ഒരു അടിപൊളി കംബാക്ക് കിട്ടി. പക്ഷെ ആ ഒരു കംബാക്കും ആ ഒരു ആൾക്കാരുടെ ഇഷ്ടവും മുതലെടുക്കാൻ പുള്ളിക്ക് പറ്റിയില്ല. പുള്ളി വീണ്ടും വന്നതുപോലെ തിരിച്ചുപോയി. കംബാക്ക് ആയിരുന്നില്ല ഇത്, ജസ്റ്റ് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നറിയിച്ചു, എന്നിട്ട് തിരിച്ചുപോയി. ഇനി എപ്പോഴായിരിക്കും പുള്ളി തിരിച്ചു വരിക എന്ന് ആലോചിച്ച് ഫാൻസ് ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് ഇതുപോലെ 1-2 സിനിമകൾ നല്ലത് കിട്ടിയെന്ന് കരുതി പുള്ളിക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റത്തില്ല. കാരണം വർഷങ്ങളായിട്ടുള്ളൊരു ഫെയിലിയറിലൂടെയാണ് പുള്ളി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഒരു സിനിമ പോലും ഹിറ്റാകാത്ത, ഒരു സോളിഡ് ഹിറ്റ് പോലാത്തൊരു കാലത്തിലൂടെയാണ് പുള്ളി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ തെറ്റിയും തെറിച്ചും ഓരോ സിനിമ വന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും കംബാക്ക് ആവത്തില്ല. പുള്ളിക്ക് വ്യക്തമായിട്ടുള്ളൊരു കരിയർ പ്ലാൻ വേണം, വ്യക്തമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് സെലക്ഷൻ വേണം, കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് വേണം. അതിൻ്റെ പുറകിൽ കംബാക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല സിനിമകൾ ഇങ്ങനെ ലൈനായിട്ട് വരണം. അല്ലാതെ ഒരു സിനിമ ഇറങ്ങി പിന്നെ 2 ബോംബിട്ടു, വീണ്ടും നല്ലൊരു സിനിമ ഇറങ്ങി വീണ്ടും 2 ബോംബിട്ടു പോയി കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു കംബാക്കായിട്ട് കണക്കാക്കൂല. അതൊരു ഗോ ബാക്ക് ആയിട്ട് ആൾക്കാർ പറയുള്ളൂ.